മൃഗങ്ങളില്ലാത്ത കാട്. ഇതൊരു പഴയ കഥയാണ്, പ്രകൃതിക്ക് അത്യാവശ്യമായ കഥ. ഒരു രാജാവ് ഉണ്ടായിരുന്നു. അമരേന്ദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നത് ഇഷ്ടമായിരുന്നു. ചില സമയം മാനിനെ വേട്ടയാടും, ചിലപ്പോൾ സിംഹത്തിനെയും വേട്ടയാടും, ചിലപ്പോൾ കാട്ടിലെ ആടിനെയും വേട്ടയാടും. ആ രാജ്യത്തിലെ കാട്ടിൽ ഒരുപാട് കാട്ടുമൃഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് വേട്ടയാടുന്നത് കൊണ്ട് പതുക്കെ പതുക്കെ ആ കാട്ടുമൃഗങ്ങളെല്ലാം കുറയാൻ തുടങ്ങി. രാജാവിന്റെ ഈ ശീലം കണ്ട് മന്ത്രി മഹേന്ദർ ഒരുപാട് വിഷമിച്ചിരുന്നു. എന്നാൽ മുഖത്തു നോക്കി ഇക്കാര്യം അദ്ദേഹത്തിന് രാജാവിനോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ഊഴം നോക്കി കാത്തിരുന്നു. ഒരു ദിവസം എന്തു നടന്നെന്നാൽ രാജാവ് അമരേന്ദർ തന്റെ ശിപ്പായികളുമൊത്ത് കാട്ടിൽ വേട്ടയാടാൻ പോയി. രാജാവ് മന്ത്രിയെയും കൂടെ കൂട്ടിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ മന്ത്രിക്ക് പക്ഷികളുടെ ഭാഷ അറിയാം. നടന്നു പോകുമ്പോൾ രാജാവ് കണ്ടു, ഒരു മരച്ചില്ലയിൽ 4-5 തത്തകളിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. രാജാവിന് മനസ്സിലായില്ല. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയോട് അവിടെ വരാൻ പറഞ്ഞു. മഹാമന്ത്രിയെ, താങ്കൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ഈ തത്ത സംസാരിക്കുന്നത് എന്താണെന്ന്? അപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, ഈ തത്ത വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. 2 കുടുംബങ്ങൾക്കിടയിൽ ബന്ധം വരുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, അതെയോ? ഇത് സന്തോഷം തരുന്ന വാർത്തയാണ്. എന്നാൽ ഈ തത്ത എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, സ്ത്രീധനത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. സ്ത്രീധനമായി 5 കാടുകൾ ചോദിക്കുന്നു. അതുപോലെ ആ കാട്ടിൽ ഒരു മൃഗങ്ങളും കാണാൻ പാടില്ലത്രേ. കാട്ടിൽ ഒന്നും പാടില്ല. രാജാവ് ഇങ്ങനെ ചോദിച്ചു. എന്താ, തത്തയൊക്കെ സ്ത്രീധനം ചോദിക്കുമെന്നോ? അപ്പോൾ മന്ത്രിയും ഇങ്ങനെ പറഞ്ഞു. അതേ മഹാരാജാവേ, അവരും സ്ത്രീധനം ചോദിക്കുന്നു. അതുപോലെ സ്ത്രീധനം കൊടുക്കാൻ പെണ്ണിന്റെ അച്ഛനും സമ്മതിച്ചിരിക്കുന്നു. അതും 5 കാടല്ല, 10 കാട് കൊടുക്കാമെന്ന്. അപ്പോൾ രാജാവ് ഉത്സാഹത്തോടെ ചോദിച്ചു, അതെയോ? അതെങ്ങനെ സാധ്യമാകാനാണ്? അപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, പെണ്ണിന്റെ അച്ഛൻ ഇത്രയും ചെറിയ സമയം കൊണ്ട് എങ്ങനെ 10 കാടുകൾ ഒരു മൃഗങ്ങൾ പോലും ഇല്ലാതെയാക്കുമെന്ന് ചോദിക്കുന്നു. എന്നാൽ അത് പറയുന്നത് ഇപ്പോൾ തന്നെ കാട്ടിലുള്ള മിക്ക മൃഗങ്ങളും ചത്തിരിക്കുന്നുവെന്ന്. അങ്ങനെ മന്ത്രി ആ കഥ പറയാൻ തുടങ്ങി. പെണ്ണിന്റെ അച്ഛൻ പയ്യന്റെ അച്ഛനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഈ നാടിന്റെ രാജാവ് അമരേന്ദ്രന്, അതായത് താങ്കൾക്ക് വേട്ടയാടാൻ ഒരുപാട് ഇഷ്ടമാണെന്ന്. എനിക്ക് നല്ല ഉറപ്പുമുണ്ട്, ഇനി വരുന്ന കുറച്ചു നാളുകൾക്കുള്ളിൽ ഈ നാടിന്റെ രാജാവ് ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളെയും അദ്ദേഹം വേട്ടയാടി കൊല്ലും. ഒരു മൃഗങ്ങൾ പോലും ഈ കാട്ടിൽ കാണില്ല. അങ്ങനെ കുറച്ചു സമയം കൊണ്ട് തന്നെ 10 കാടുകളും മൃഗങ്ങളില്ലാത്ത കാടായി മാറും. മന്ത്രി വളരെ ബുദ്ധിപരമായ രീതിയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, തന്റെ ഈ വേട്ടയാടുന്ന ശീലം കാരണം കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും പക്ഷികളും ഇല്ലാതെയാകുന്നു എന്ന്. അദ്ദേഹം ഉടനെ തന്റെ അമ്പും വില്ലും വലിച്ചെറിഞ്ഞു. ഇനി മുതൽ ഒരിക്കലും വേട്ടയാടില്ലെന്ന് ശപഥവും ചെയ്തു. അതുകൊണ്ട് കുട്ടികളെ, ഈ കഥയിൽ നിങ്ങൾ എന്തു മനസ്സിലാക്കി? ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും പക്ഷികളാണെങ്കിലും.